ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് പറയുകയാണ്, നീ ഇതുവരെ അവളെ വിളിച്ചില്ലേ, ഒന്ന് വിളിച്ചു നോക്കുന്നൊക്കെ അനിയോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. കഴിഞ്ഞ ആദർശ് വീണ്ടും SIനെ വിളിച്ചു നോക്കുവാണ്. SI പറയുന്നുണ്ട് അന്വേഷണം നടക്കുന്നുള്ളൂ, ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, തുടക്കം തൊട്ടേ ഇതിൽ ഒരുപാട് ദുശകുനങ്ങളാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയും, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് 10 8 പൊരുത്തമുണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഏട്ടൻ്റെ കല്യാണം മാറിപ്പോയി നടന്ന് വളരെ നന്നായി. ഏട്ടന് വല്യമ്മയുടെ അടുത്ത് പറയാൻ പേടിയാണേലും ഏട്ടനെ പോലെ ഒരു കല്യാണം നടക്കണമെന്നാണ് എനിക്കും ആഗ്രഹം. ഇല്ലാതെ ഇവളുടെ സ്വഭാവം വെച്ച് നല്ലതുപോലെ മുമ്പോട്ട് പോകുന്നൊന്നും എനിക്കും തോന്നുന്നില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, നയന നല്ല കുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷേ നിനക്കറിയാമല്ലോ ഈ വീടിന് ചേരാത്ത മരുമകളാണെന്നും പറഞ്ഞ് അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവൾക്ക് ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിൻ്റെ വിവാഹം ഒരു അനുഗ്രഹം തന്നെയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന മരുമോളാണ്. അതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കും, ആ പെണ്ണിനും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും ദേവയാനിയും ജലജയും കൂടെ നമ്മുടെ ജാനകിയുടെ അടുത്ത് വരുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയും മുടങ്ങിപ്പോട്ടെ കല്യാണം, നന്നായി പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ കനക മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഒരുത്തോളം മാറി നിന്നെല്ലാം കേൾക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കനക വന്നിട്ട് പറയുകയാണ്, ഞാൻ മാറി നിന്ന് കേട്ടൊന്നുമല്ല, ഞാനിങ്ങനെ വന്നപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യപ്പെട്ട് കനകനെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, നമ്മളൊന്നും അറിയാത്ത എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഏട്ടത്തി, എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയാം, എന്തു പറ്റുമോ കൊച്ചിന് എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് എല്ലാവരും കൂടെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ജാനകി കനകനെ പിടിച്ചു നിർത്തിയിട്ട് പറയാം, ഇത്രയും നേരമായിട്ട് ഞാനിവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എൻ്റെ മരുമോക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ പിന്നെ എൻ്റെ സ്വഭാവം ഇതായിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു വീട്ടിൽ നിന്ന് 3 മരുമക്കൾ എന്തായാലും ഈ വീട്ടിൽ കയറും എന്ന് ആരും ഓർക്കണ്ട എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെയൊന്നും ഓർത്തിട്ടുമില്ല, അതിനു വേണ്ടിയിട്ടൊട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുമില്ല, അനിയോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി പറയാം, എൻ്റെ മോൻ്റെ മനസ്സിൽ ഇതുവരെ ഒരു പെണ്ണ് പോലും കയറിയിട്ടില്ല, അവൻ്റെ വിഷമത്തിന് കാരണം നന്ദുവാന്ന് അറിഞ്ഞത് തന്നെ എനിക്കൊരു വലിയ ഷോക്കാണ്, പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കേട്ടില്ല എന്നൊന്നും പറയണ്ട, നിങ്ങളുടെയൊക്കെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്നൊക്കെ കുറ്റപ്പെടുത്തുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നയനയും നന്ദുവും കൂടെ അനാമികയുടെ കാറ് കിടക്കുന്നിടത്ത് പോയി നോക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, കാറിൽ തന്നെ അവളുടെ ഫോണുണ്ട്, അതായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് പറയുമ്പോഴേക്കും അവർ കാറിൻ്റെ അകത്തോട്ട് നോക്കുവാണ്. എന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ അടുത്തുള്ള വീട്ടിലൊക്കെ CCTV ക്യാമറയുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു വീട്ടിൽ കയറി ഇവർ ചോദിക്കുവാണ്, ഇങ്ങനെ അനിയത്തിനെ കാണാണ്ട് പോയി, CCTV ദൃശ്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാവോ, ഞങ്ങൾക്കത് വലിയ ഉപകാരമാവുമെന്ന് പറയുമ്പോഴേക്കും ആ വീട്ടിലെ അമ്മയ്ക്ക് നയനേനെ മനസ്സിലാവുകയാണ് കേട്ടോ. പത്രത്തിലൊക്കെ മോളെ പറ്റി കഴിഞ്ഞ ദിവസം വാർത്ത ഉണ്ടായിരുന്നല്ലോ, അതിനെന്താ മോള് വാ എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് അവർ CCTV ദൃശ്യം കാണുമ്പോഴേക്കും ഒരു വണ്ടിയിൽ അനാമികേനെ പിടിച്ചുകൊണ്ട് പോകുന്ന കാണുവാണ്. അത് കഴിയുമ്പോഴേക്കും അവർ അവിടുന്ന് നന്ദിയൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് ആ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വഴിയെ പോകുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുവാണ് കേട്ടോ, ഇങ്ങനൊരു വണ്ടി ഇതിൽ പോയത് കണ്ടിരുന്നോ, ഒന്ന് സൂക്ഷിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരോട് ചോദിക്കുവാണ്. ആ സമയത്ത് കാണിക്കുന്നത് അനന്തപുരിയിൽ ജയനും അജയനും സംസാരിക്കുന്നതാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എന്താണോ ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അനി ആ വഴിക്ക് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ അനാമിക മോളുടെ നമ്പറിൽ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും അനി പറയാം, ഞാനെങ്ങും വിളിച്ചിട്ടില്ല, എന്തോന്ന് പറഞ്ഞ് വിളിക്കാനാണ്, ഇത്രയും നേരമായിട്ട് ഒരു വിവരവും ഇല്ലോ, നിങ്ങളും പോലീസിലൊക്കെ വിവരം കൊടുത്തല്ലേ, പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുമോ എന്നൊക്കെ രീതി ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജയനും അജയനും പറയുന്നുണ്ട്, എന്നാലും നീ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ, നിനക്ക് വിളിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനി പറയാണ്, എനിക്കതൊന്നുമല്ല സംശയം, അവൾക്കിനി വേറെ ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കല്യാണത്തിന് 2 ദിവസം മുമ്പേ അവളെ കാണാതാവുമോ എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുവാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇവനാ കൊച്ചിനെ ഇഷ്ടമില്ലാന്ന് വെച്ചുകൊണ്ട് അവരുടെ വീട്ടുകാർക്കും അവൾക്കും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ താല്പര്യം എന്ന് പറയുവാണ്. അപ്പം അജയൻ അനി കേൾക്കാൻ വേണ്ടി പറയുവാണ്, എടാ മോനെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, പിന്നെ നിൻ്റെ അമ്മ അനാമികേനെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല മരുമോളായിട്ട് ഉറപ്പിച്ച് തന്നെയാണ് കണ്ടേക്കുന്നത് എന്നും കൂടെ ചെറുതായിട്ട് എനിക്കിട്ടൊരു ഹിൻഡ് കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനാമികയുടെ അച്ഛനെയും അമ്മേനെയാണ്. അപ്പോഴേക്കും അമ്മ കുറ്റപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ കാശ് ചോദിച്ചിടത്തുനിന്നൊന്നും കിട്ടിയില്ല അല്ലേ, അതെങ്ങനെ കിട്ടാനാ, എല്ലായിടത്തുനിന്നും ചോദിച്ചു വയ്ക്കുമല്ലേ, എല്ലാവർക്കും കൊടുക്കാനല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് കിട്ടാനൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, ആ സ്വർണം മേടിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന കാശിൽ നിന്ന് നമുക്ക് കുറച്ച് സ്വർണം മാറ്റി വെച്ചിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ വരവിട്ട് കയറ്റി വിടാം, പെണ്ണുണ്ടേലല്ലേ കല്യാണം നടക്കുള്ളൂ, അല്ലാതെ ഇതൊക്കെ അനന്തപുരിക്കാരറിഞ്ഞ് ആ പോലീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വലിയ നാണക്കേടാന്ന് പറയുവാണ് കേട്ടോ.
അപ്പോഴേക്കും ഹസ്ബൻഡ് പറയുന്നുണ്ട്, പിന്നെ സ്വർണ്ണത്തിൽ മുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തോട്ടല്ലേ ഈ ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് ചെല്ലുന്നത്. അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, നീ ഒന്ന് പോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അയാളെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.